തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് ഇടത് സഖ്യത്തിൽ സീറ്റ് വീതം വെപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ധാരണ പ്രകാരം ഭരണകക്ഷിയായ DMK 22 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും മത്സരിക്കും. പുതുച്ചേരിയിലെ ഏക സീറ്റും കോൺഗ്രസിന് വിട്ടുനൽകി. KDMKക്ക് സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥി DMKയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് മത്സരിക്കുക. ഇതുൾപ്പെടെയാണ് DMKയുടെ 22 സീറ്റ്. മറ്റ് കക്ഷികളായ BC, CPI, CPM എന്നിവ 2 സീറ്റിൽ വീതം മത്സരിക്കും. AUML-ഉം MDMK-യും ഓരോ സീറ്റിലും മത്സരിക്കും. കോൺഗ്രസിൽ നിന്നും തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെയുള്ള ചില സീറ്റുകൾ DMK തിരികെ എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് മത്സരിച്ച തേനിയും ആറണിയും ഏറ്റെടുത്ത DMK തിരുച്ചിറപ്പള്ളി സീറ്റ് വൈക്കോയുടെ പാർട്ടിയായ MDMK-ക്കാണ് നൽകിയത്. പകരം DMK-യുടെ സിറ്റിംഗ് സീറ്റുകളായ മയിലാടുംതുറ, കടലൂർ, തിരുനെൽവേലി എന്നിവ കോൺഗ്രസിന് നൽകി. തിരുവള്ളൂർ, കൃഷ്ണഗിരി, കരൂർ, കടലൂർ, മയിലാടുംതുറൈ, ശിവഗംഗ, വിരുധുനഗർ, തിരുനെൽവേലി, കന്യാകുമാരി എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി സീറ്റിന്റെ കാര്യത്തിൽ ഇരു പാർട്ടികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസും DMK-യും വേർപിരിയില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ 9 സീറ്റിലും പുതുച്ചേരിയിൽ 1 സീറ്റിലുമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും ബാക്കിയുള്ള സീറ്റുകളിൽ DMK-യുടെയും സഖ്യകക്ഷികളുടെയും സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ വിജയിക്കുമെന്നുമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. 2019 തെരഞ്ഞെടുപ്പിൽ 39-ൽ 38 സീറ്റുകൾ നേടിയാണ് DMK നേതൃത്വത്തിലുള്ള സഖ്യം തമിഴ്നാട്ടിൽ വൻ വിജയം നേടിയത്. മത്സരിച്ച 9 സീറ്റിൽ 8 സീറ്റും കോൺഗ്രസിന് നേടാനായപ്പോൾ തേനിയിൽ മാത്രം പരാജയപ്പെട്ടു. DMK-യുടേത് 33.2%, കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 12.9%. മധുര, ഡിണ്ടിഗൽ എന്നീ മണ്ഡലങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച കോയമ്പത്തൂർ തിരികെയെടുത്താണ് ഡിണ്ടിഗൽ CPM-ന് നൽകിയത്. കമൽഹാസന്റെ കൂടി പിന്തുണയോടെ കോയമ്പത്തൂരിൽ മത്സരിച്ച് ശക്തി തെളിയിക്കാൻ DMK തീരുമാനിച്ചതോടെ CPM-ന്റെ സീറ്റ് മാറ്റുകയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായി അണ്ണാമലൈ എത്താനുള്ള സാധ്യതയും DMK മുന്നിൽ കണ്ടു. കഴിഞ്ഞ തവണ മത്സരിച്ച നാഗപട്ടണം, തിരുപ്പൂർ സീറ്റുകൾ തന്നെ CPI-ക്ക് ലഭിച്ചു. 2019 തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷത്തിലേറെ വോട്ടിന് DMK വിജയിച്ച മണ്ഡലമാണ് ഡിണ്ടിഗൽ. ഈ മണ്ഡലത്തിൽ നേരത്തെ കോൺഗ്രസും വിജയിച്ചിരുന്നു. അതേസമയം ഇതിനിടയിൽ പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കാനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ തീരുമാനത്തിൽ വിസമ്മതവുമായി ഗവർണർ RN രവി രംഗത്തു വന്നു. ഇത് സംബന്ധിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി. ഇതോടെ സംഘപരിവാർ വിധേയനായ ഗവർണറും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പൊന്മുടി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മദ്രാസ് ഹൈക്കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചതിന് പിന്നാലെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. എന്നാൽ ഈ ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെയാണ് ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കാൻ DMK സർക്കാർ തീരുമാനിച്ചത്. മാർച്ച് 13-നോ 14-നോ പൊന്മുടിയെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന് കാണിച്ച് സ്റ്റാലിൻ ഗവർണർക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ പൊന്മുടിക്ക് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനാവില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്തു നൽകുകയായിരുന്നു. സുപ്രീം കോടതി ശിക്ഷ സ്റ്റേ ചെയ്തിട്ട് മാത്രമേയുള്ളൂവെന്നും പൊന്മുടിയെ കുറ്റവിമുക്തനാക്കിയിട്ടില്ലെന്നുമാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. കരുണാനിധി മന്ത്രിസഭയിൽ ഖനിവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പൊന്മുടി 2006 ഏപ്രിൽ 13-നും 2010 മാർച്ച് 31-നും ഇടയിൽ 1.79 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചെന്നാണ് കേസ്. കേസിൽ കീഴ്ക്കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ ഈ വിധി റദ്ദാക്കിക്കൊണ്ട് മന്ത്രി കുറ്റക്കാരനാണെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിച്ചു. ഇതാണ് നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഇതാണിന്ന് തമിഴ്നാട്ടിൽ ഒരു വലിയ തർക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്.